എടാ കീമോക്കുട്ടാ, ദാ നീ എൻ്റെ ഈ മുടി മുഴുവൻ കളഞ്ഞ് ഈ സൈഡും കളഞ്ഞ് ദാ ഈ സൈഡും കളഞ്ഞ് വിഗ് വെക്കണമെങ്കിൽ മുടി വേണം കുട്ടാ. എൻ്റെ കീമോക്കുട്ടാ, നീ എൻ്റെ മുടിയെല്ലാം കളയല്ലേ പൊന്നെ. ഇനി 10-ാം തീയതിയാണ് നീ ഇനി എൻ്റെ ദേഹത്തോട്ട് കയറുന്നത്. എല്ലാവർക്കും നമസ്കാരം. രേണു സുധിയുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ രേണുവിലോട്ടല്ല കൂടുതൽ ആൾക്കാരും കുറ്റം പറയുന്നത്. എന്നാലും രേണുവിനെ കുറ്റം പറയുന്നവരുണ്ട്. കുറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു കാണിക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികൾ മോശമാണ് അല്ലെങ്കിൽ ശരിയല്ല എന്നുള്ള രീതിയിൽ വിമർശിക്കുന്നവരും ഉണ്ട്. മറിച്ച് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഏറിപ്പോയത് നമ്മുടെ ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി, അദ്ദേഹമാണ് എയറിൽ പോയിട്ടുള്ളത്. എന്തായാലും തിരിച്ച് താഴെ വരട്ടെ, വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അപ്പോൾ രേണുവിൻ്റെ ഒരു വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒന്ന് കൊടുക്കാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ആ വീഡിയോ ഒന്ന് കാണാം. എടാ കീമോക്കുട്ടാ, ദാ നീ എൻ്റെ ഈ മുടി മുഴുവൻ കളഞ്ഞ് ഈ സൈഡും കളഞ്ഞ് ദാ ഈ സൈഡും കളഞ്ഞ് വിഗ് വെക്കണമെങ്കിൽ മുടി വേണം കുട്ടാ. എൻ്റെ കീമോക്കുട്ടാ, നീ എൻ്റെ മുടിയെല്ലാം കളയല്ലേ പൊന്നെ. ഇനി 10-ാം തീയതിയാണ് നീ ഇനി എൻ്റെ ദേഹത്തോട്ട് കയറുന്നത്, എൻ്റെ കീമോമോൻ. എൻ്റെ ബാക്കി മുടിയും കൂടെ നീ കളഞ്ഞെന്നെ മൊട്ടച്ചിയാക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ ക്യാൻസർ എല്ലാം അങ്ങോട്ട് ക്യാൻസർ കോശങ്ങളെല്ലാം നീ കളയണം കേട്ടോ. എന്നാലും ഞാൻ നിൻ്റെ അടുത്ത് ഇനി കൂട്ടു കൊടുക്കില്ല. ഉള്ള കാര്യം ഞാൻ പറയണം. പിന്നെ ദാണ്ട ഇത് അനക്കാൻ വയ്യാത്ത വേദന, ഒരു രക്ഷയില്ല, വേദന എടുത്തിട്ട് വയ്യ. നീ ഒന്ന് വേഗം നിൻ്റെ ക്യാൻസറിനെയൊക്കെ ഒന്ന് കൊന്നു താ എൻ്റെ കീമോക്കുട്ടാ, എൻ്റെ മുട്ടേ ചക്കര പൊന്നെ. ഓക്കെ, ഇങ്ങനെ ഒരു വീഡിയോ രേണു ഇട്ടെന്ന് പറഞ്ഞ് കീമോക്കൂട്ടം കാണുമോ? എൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് വരട്ടെ രേണു. രേണുവിൻ്റെ വീഡിയോ കാണുമ്പം ഓഫ് കോഴ്സ് ഒരു സങ്കടം തോന്നും. പക്ഷേ ആ സങ്കടവും സഹതാപവും ഇല്ലാണ്ടാക്കി കളയരുത്. അതാണ് എനിക്ക് രേണുവിൻ്റെ അടുത്ത് പറയാനുള്ള. മുടി പോയെന്നും മുടി കൊഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇടുന്നുണ്ട്. ഓക്കെ, അവരുടെ സിറ്റുവേഷൻ അവസ്ഥ, അവരത്രയും ഒരു അവസ്ഥയിലും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു പരാക്രമമായിട്ട് എനിക്ക് തോന്നി. എന്തായാലും നല്ലത്, അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ നല്ലൊരു കാര്യം. എന്തായാലും ഇതിനുശേഷം മറ്റേ വിഗ് മുടിയൊക്കെ വയ്ക്കുന്നുണ്ട് രേണു. ഋതപ്പന് വേണ്ടിയിട്ട് ഒക്കെയാണ് വച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാണ് രേണു അത് വയ്ക്കുന്നത്. പക്ഷേ ഇങ്ങനെ വീഡിയോസ് ഇടുന്ന സമയത്ത് അതിന് താഴെ കുറേ കമൻസ് വരുന്നുണ്ട്. ഞാൻ ആ കമൻസിലോട്ട് വരാം. അതിന് മുന്നേ ഈ മുടി വച്ചിട്ടുള്ള ആ വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, അമ്മയുടെ പഴയ മുടിയായിരുന്നു. എന്നിട്ട് എനിക്ക് ഫോട്ടോസ് കൊണ്ട് കാണിക്കാം, അമ്മ ഇതുപോലെ ആകണേ എന്ന്. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ കേൾക്കുമ്പോഴത്തേന്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ തന്നെയല്ല, നമുക്കിപ്പോൾ അതിനുള്ള ഇതൊന്നും ഇല്ല. ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ICUലായിരുന്നു ഇത്രയും ദിവസം. ഒരുപാട് പേര് എന്നെ, ഒരുപാട് നല്ല ആളുകൾ എന്നെ വന്ന് കാണുകയും സഹായമൊക്കെ ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, മരുന്നൊക്കെ ആയിട്ടിരിക്കും. അപ്പോഴാണ് ഇവരെന്നെ വിളിച്ചത്, കോണ്ടാക്ട് ചെയ്തത്. എനിക്ക് ഒരുപാട് സന്തോഷം. എന്തായാലും ഞാൻ നിങ്ങളെ അത് ചെയ്യുന്നതും ഔട്ട്പുട്ടും ഒക്കെ കാണിച്ചു തരാം. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒത്തിരി ഹെയർ പോണ വീഡിയോ ഇതൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഇതിന്റെ MD ഡയറക്റ്റ് വിളിച്ചിട്ട് അവർക്കൊരു സഹായം എന്നുള്ള നിലക്ക് ഒരു വിഗ് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ഒരു വിഗ് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ രേണു സുധി ഇപ്പൊ ഹെഡ്സ് കോട്ടയത്തിലോട്ട് വന്നിട്ടുണ്ട്. ബാക്കി അവർ സംസാരിക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോ ഹെക്സ് ഹെയർ ഫിക്സിംഗ് കോട്ടയത്താണുള്ളത്. ഇവർക്ക് വിദേശത്തും അതുപോലെ നമ്മുടെ നാട്ടിലും ഒക്കെ ആയിട്ട് 40ഓളം ഓക്കെ, അങ്ങനെ അവർ ഹെയർ ഫിക്സ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതിന്റെ ഫുൾ പ്രോസസ്സ് അവരുടെ ഇതിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ആദ്യം കീമോക്കുട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഞാനൊന്ന് കൊടുക്കാം. കുറ്റം പറയുകയല്ല, ചിലപ്പോൾ അസുഖം ഉണ്ടാകാം. എന്തിനാ ഇങ്ങനെ പറയുന്നത്? സിമ്പതിക്ക് വേണ്ടിയാണോ? ഈ അസുഖമുള്ളവർ ഈ അസുഖത്തിന്റെ പേര് കൂടി പറയാൻ ഭയമാണ്. എനിക്ക് വേദന എന്ന് മാത്രമേ അവർ പറയൂ, അതും തീരെ വയ്യാതെ വരുമ്പോൾ. ഇത് പാട്ട് പാടുന്നത് പോലെ അസുഖത്തിന്റെ പേര് പറയണ്ട എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ രേണു അസുഖത്തിന്റെ പേരും പറഞ്ഞ് എന്ന് അണഞ്ഞു കുത്തി അല്ലെങ്കിൽ ഷോക്ക് അടിച്ചിരിക്കണമെന്നല്ല, നല്ല ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടിരിക്കുക. പക്ഷെ ചില പോയിന്റിൽ ചില വീഡിയോസ് കാണുമ്പോൾ ആൾക്കാർക്ക് യോജിപ്പ് തോന്നുന്നില്ല. എനിക്ക് പേഴ്സണലി എത്ര പേര് മെസ്സേജ് അയച്ച് ചോദിച്ചെന്നറിയാമോ, രേണുവിൻ്റെ അസുഖം ഉടായിപ്പാണോ, ഇവർക്ക് അസുഖമുണ്ടോ, ഇവൾ പറയുന്നത് കള്ളമാണോ? എനിക്കിപ്പോഴും റീസെൻ്റ് ഇന്നലെ കൂടി എനിക്ക് അങ്ങനത്തെ മെസ്സേജുകൾ വരുന്നുണ്ട്. ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അസുഖം ഉള്ളതാണ്. ചിലവരൊക്കെ റിപ്ലൈ തന്നില്ലെങ്കിൽ ജാടയാണെന്നൊന്നും വിചാരിക്കേണ്ട, ക്രമേണയൊക്കെ തരാം. കാരണം ഒരുപാട് മെസ്സേജ് കിടക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ബിഷപ്പിൻ്റെ കോൺട്രവേഴ്സിയും കൂടി വന്നപ്പോൾ ഒരുപാട് മെസ്സേജ് വന്നു. അപ്പോൾ എല്ലാം കൂടിയൊക്കെ നോക്കാൻ ഉള്ളൊരു സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് പേര് എന്നോട് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ വണ്ടറടിച്ചു പോവാണ്. കാരണം അതിന് ആൾക്കാരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം രേണു കാണിക്കുന്ന കുറേ കോപ്രായങ്ങളും അല്ലെങ്കിൽ കാണിക്കുന്ന കുറേ വേലകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോയി ഇവർക്ക് അസുഖം വല്ല ഉണ്ടാ.
ഡൗട്ട് തോന്നും. അതുപോലെയാണ് ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് തോന്നുന്നത്. കാരണം ഇത് രേണു പറയുന്നത് കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇവർക്ക് അസുഖം ഉണ്ടെന്ന് പറയുന്നത് കള്ളമാണോ എന്ന് വരെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇവളായതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആൾക്കാരെ ഞാൻ കുറ്റം പറയാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം ചരിത്രത്തിൽ കാട്ടിക്കൂട്ടി വെച്ചിട്ടുള്ള എല്ലാ ആൾക്കാരുടെ മനസ്സിൽ നിന്ന് പെട്ടെന്നൊന്നും മാഞ്ഞു പോയിട്ടുമില്ല. പിന്നെ അസുഖമായതുകൊണ്ട് കുറച്ച് സഹതാപമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നും പ്രാർത്ഥിക്കും. എൻ്റെ എന്നുമുള്ള പ്രാർത്ഥനയെ രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം നിനക്കൊന്നും സംഭവിക്കില്ല, ജീവിതത്തിലോട്ട് തിരിച്ചു വരിക. പക്ഷേ അൽക്കുലത്ത് പരിപാടികൾ കാണിക്കാതിരിക്കുക. ഇനി എടി, നിനക്ക് സത്യത്തിൽ ക്യാൻസർ ഉണ്ടോ? നീ എപ്പോഴും ക്യാൻസർ ക്യാൻസർ എന്ന് പറയണം ഇല്ലാതെ അസുഖം വരുത്തി വെക്കാതെ, അഥവാ നിനക്ക് രോഗമുണ്ടെങ്കിൽ നീ ചെയ്ത പാവത്തിന്റെ ഫലമാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്. അതായത് അയാൾ കൺഫേം ആയിട്ട് അയാൾക്ക് അറിയത്തില്ല ഇവർക്ക് അസുഖം ഉണ്ടോ ഇല്ല, കാരണം ഡബിൾ മൈൻഡിൽ നിൽക്കുകയാണ്. ഇനി ഇവക്ക് അസുഖമുണ്ടെങ്കിൽ, ഇന്ന അസുഖമുണ്ടെങ്കിൽ അത് അവൾ ചെയ്തതിനുള്ള കർമ്മഫലമാണെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഓക്കെ, ആൾക്കാർ ഭയങ്കര രൂക്ഷമായി പ്രതിഷേധിക്കുന്നുണ്ട് രേണുവിനെതിരെ. ഓക്കെ, ഒരാൾക്ക് അസുഖം വന്നെന്ന് അറിഞ്ഞിട്ട് പോലും അയാൾക്കെതിരെ അത്രയും ശക്തമായിട്ട് എതിരെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അയാൾ കാണിച്ചു വെച്ച കാര്യങ്ങൾ അത്രയ്ക്കുണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം. അതുകൊണ്ട് ഈ അസുഖം വന്നതിന് ശേഷം അത്യാവശ്യം സപ്പോർട്ടും സഹതാപവും കിട്ടിയതിനെ കൂടി കളഞ്ഞു കുളിക്കുന്ന രീതിയിലാണ് കിച്ചുവിനെതിരെയുള്ള ആക്രമണം ഉണ്ടായിരുന്നത്. ഓക്കെ, അതൊക്കെ കാരണം തന്നെയാണ് ആൾക്കാർ ഇങ്ങനെ ഒരു സംസാരത്തിലോട്ട് പോകുന്നത്. ഈ സമയത്തെങ്കിലും ഇതൊന്നും നിർത്തിക്കൂടെ? ഫോൺ ഉപയോഗിക്കുന്ന സമയം റെസ്റ്റ് എടുക്കും, പ്രാർത്ഥിക്കും പ്ലീസ്. ഇത് അസുഖത്തെ തന്നെ കളിയാക്കുന്നത് പോലെയുണ്ട്. അസുഖത്തെ കളിയാക്കുന്നത് പോലെ കീമോ കൂട്ടാനൊക്കെ വിളിച്ചിട്ട് ബോൾഡ് ആൻഡ് സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ അസുഖത്തെ കളിയാക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഒന്ന് ബോഡി അഭിനയിക്കാതെ, നീ ഒരു വല്ലാത്ത ശവം തന്നെ, പണം ഇത്രയും ആർത്തി പിടിച്ച പണ്ടാരം. ഓക്കെ, അങ്ങനത്തെ രീതിയിൽ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. രേണു റെസ്റ്റ് എടുക്കുക, ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിക്കാതെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക അസുഖം മാറ്റിത്തരുവാൻ. ക്യാൻസർ എന്ന രോഗത്തെ തമാശയായി കാണരുത്. ഓക്കെ, കോപ്പ് പണമുണ്ടാക്കാൻ എന്തിനുള്ള ഉളുപ്പ്, എന്തിനിങ്ങനെ ഉള്ള ഉടായ്പ് ഇടുന്നത് വെറും കള്ളിയാണ്. അടുത്ത് നാവിനൊരു വേദനയില്ലല്ലോ നിനക്ക്. നല്ല നെഗറ്റീവ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോഴും രേണുവിനെ വിമർശിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കുന്ന കുറേ മണ്ടത്തരങ്ങളാണ്. കൂടെ നിൽക്കുന്നവർ പറയുന്നത് കേട്ടും കൊണ്ട് മണ്ടത്തരങ്ങൾ അറിഞ്ഞു തുള്ളാതിരിക്കുക രേണു. അവർ പറയും ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും സഹതാപം കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ നിന്റെ നാശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ ഏറി കയറി പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. നല്ല നെഗറ്റീവ് ഉണ്ട്, അത് മാറ്റിയെടുക്കാൻ നോക്ക്. ഓക്കെ, അതുപോലെ കിച്ചു നിന്നെ കാണാൻ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചുവിനെതിരെ അടിക്കാൻ നിൽക്കാണ്ട് മര്യാദയ്ക്കുള്ള ഉയരം വെച്ച് ബാക്കി കാര്യങ്ങൾ നോക്കാൻ നോക്ക്. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് മര്യാദയ്ക്ക് കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ മറ്റൊരു വീഡിയോ കൊടുക്കാം. അതായത് ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്ന്, അതായത് ബ്രസ്റ്റ് ക്യാൻസർ തന്നെ വന്ന് അതിൽ നിന്നും സുഖം പ്രാപിച്ച് ജീവിതത്തിലോട്ട് തിരിച്ചു വന്ന ഒരു ലേഡി പറയുന്ന കുറച്ച് അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളും നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ലെഫ്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറഞ്ഞ ക്യാൻസർ ആയിരുന്നു എനിക്കുള്ളത്. ആക്ച്വലി ട്രിപ്പിൾ നെഗറ്റീവ് മാത്രമല്ല, ഈസ്ട്രോജൻ പോസിറ്റീവ് ആയിരുന്നു, HER2 പോസിറ്റീവ് ആയിരുന്നു, ട്രിപ്പിൾ നെഗറ്റീവ് മെറ്റാപ്ലാസ്റ്റിക് കാർസിനോമ, സ്റ്റേജ് 3 ആയിരുന്നു. ഡയഗ്നോസ് ചെയ്ത സമയത്ത് സ്റ്റേജ് 2 ആയിരുന്നു. പക്ഷെ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി വന്നപ്പോഴത്തേക്ക് ഏകദേശം 1 മന്ത് എടുത്തു. എന്റെ കീമോതെറാപ്പി ആയിരുന്നു എനിക്ക് ആദ്യം അവർ നിശ്ചയിച്ചത്. കീമോയ്ക്ക് ശേഷം സർജറി, അതിനുശേഷം റേഡിയേഷൻ, പിന്നെ അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ, അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. എല്ലാവരും ഡിപ്രസ്ഡ് മൂഡിൽ തന്നെയാണ്. എന്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ സങ്കടത്തിലാണ്. ഞാൻ പക്ഷെ പെട്ടെന്ന് ചെയ്തതെന്ന് പറഞ്ഞാല്, ഇപ്പൊ നമുക്കിവിടെ ഒരു പ്രൈവസി ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല. പ്രൈവസി മീൻസ് എന്റേതായിട്ടുള്ള ഒരു സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെ ഒരു സാഹചര്യം അല്ല നമുക്ക്. പ്രത്യേകിച്ച് ക്യാൻസർ ആണ്, അല്ലെങ്കിൽ ക്യാൻസറിലേക്ക് പോവാണ്, ജീവിതം വേറൊരു ലെവലിലേക്ക് മാറുകയാണെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സമയത്ത് ഇരിക്കാനോ നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കാനോ ഒന്നും ഒരു പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല. ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഫ്യൂച്ചർ എന്താണ്, ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതും ഒക്കെ വാഷ്റൂമിലൊക്കെ പോകുന്ന സമയത്താണ്. അപ്പൊ എനിക്കത് സങ്കടമില്ല. ഞാൻ ദൈവത്തോട് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ആ ഒരു സാഹചര്യം. ഞാനിങ്ങനെ എന്റെ കൈ ഉയർത്തി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു തമ്പുരാനോട്, പിതാവേ, നീ തന്ന ശരീരമാണിത്, ഇതിന്റെ ഭംഗി അല്ലെങ്കിൽ ഇതിന്റെ ആരോഗ്യം ഇതൊക്കെ ഇത്രയും നാളും നീ എനിക്ക് തന്നു. അതൊരു നിമിഷത്തേക്ക് നിനക്ക് ഞാൻ ഈ ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ, ക്യാൻസർ ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെടും. ഈ ആരോഗ്യം തന്ന നിനക്ക് ആരോഗ്യം എടുക്കാനുള്ള അവകാശമുണ്ട് അല്ലെ? അപ്പം എനിക്കതിലൊരു പരാതിയില്ല. പക്ഷെ ഇത് ഞാൻ ഒറ്റയ്ക്കാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. എന്റെ മനസ്സും ശരീരവും ഞാനിത് സർവൈവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഞാൻ സ്ട്രഗിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് അത് ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പം എനിക്ക് നിന്റെ സഹായം കൂടിയേ പറ്റൂ. അപ്പം നമ്മൾ ഈ ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് എപ്പോൾ അവസാനിക്കുന്നോ, ഇതിന്റെ ഇമ്പാക്ട് എന്തോ ആണെങ്കിലും അത് തീരുന്നവരെയും നീ എന്റെ കൈ പിടിക്കണം എന്ന് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഇത് ഓൾറെഡി ദൈവം റെഡിയാക്കി വെച്ചിരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇതിൽ കൂടെ പോകണം, അത് പുള്ളിയുടെ പദ്ധതിയാണ്. അപ്പൊ അത് നടന്നേ പറ്റും, എന്ത് സംഭവിച്ചാലും അത് നടക്കും.
അപ്പൊ അത് നടന്നു തീരണം എന്നുണ്ടെങ്കിൽ, അത് കഴിയണം എന്നുണ്ടെങ്കിൽ പുള്ളിയുടെ സപ്പോർട്ട് ഇല്ലാതെ പറ്റത്തില്ല. ഞാൻ ആ ജേർണി കംപ്ലീറ്റ് ചെയ്തു, വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ. എന്റെ ആരോഗ്യം ദൈവം എനിക്ക് തിരിച്ചു തന്നു. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. അത് ഏറ്റവും വലിയ കാര്യമായിരുന്നു. ഇനി നമ്മുടെ ട്രീറ്റ്മെന്റിലേക്ക് വരാം. അതിനുശേഷം ഞാൻ എന്റെ ബാക്ക് ടു ലൈഫ്, നോർമൽ ലൈഫിലേക്ക് തന്നെ പോയി. എങ്ങനെയായിരുന്നു നമ്മുടെ വീട്ടിൽ നമ്മൾ നിൽക്കുന്നത്, പെരുമാറുന്നത്, അതുപോലെ തന്നെ ഞാൻ ചെയ്തു. കാരണം ക്രിസ്മസ് സീസൺ ആണ്. ക്രിസ്മസിന്റെ അവസാനം നമ്മൾ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന നമുക്ക് ആ ഒരു ശീലമുണ്ട്. അപ്പൊ ആ ക്രിസ്മസ് അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ഫാമിലിയിൽ എല്ലാവരും ബുദ്ധിമുട്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അതിനുശേഷം ഒരു ആഘോഷം, ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ആവശ്യമായിരുന്നു. എന്റെ കുഞ്ഞിനെ ഇതിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ. അപ്പൊ അവളോട് ക്യാൻസർ ആണോ, അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് പറയാനുള്ള ഒരു, പറഞ്ഞാൽ തന്നെ എത്രത്തോളം അവളത് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇത് നോർമൽ ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോയി. അപ്പം ഹോസ്പിറ്റലിൽ തന്നെ വിളിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് ഡിസംബർ 24-ാം തീയതിയാണ് ബയോപ്സി അവർ തീരുമാനിച്ചത്. രാവിലെ 7:30 ഹോസ്പിറ്റലിൽ എത്തണമായിരുന്നു. ഡിസംബർ 24 എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന്റെ തലേന്ന്. അപ്പൊ നമുക്ക് ഒരുപാട് പ്ലാനുകളുള്ള ദിവസങ്ങളാണ് അതൊക്കെ അല്ലെ. ആ ക്രിസ്മസ് അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ഫാമിലിയിൽ എല്ലാവരും ബുദ്ധിമുട്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അതിനുശേഷം ഒരു ആഘോഷം, ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ആവശ്യമായിരുന്നു. എന്റെ കുഞ്ഞിനെ ഇതിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ. അപ്പൊ അവളോട് ക്യാൻസർ ആണോ, അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് പറയാനുള്ള ഒരു, പറഞ്ഞാൽ തന്നെ എത്രത്തോളം അവളത് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇത് നോർമൽ ഒരു കാര്യമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോയി. അപ്പം ഹോസ്പിറ്റലിൽ തന്നെ വിളിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് ഡിസംബർ 24-ാം തീയതിയാണ് ബയോപ്സി അവർ തീരുമാനിച്ചത്. രാവിലെ 7:30 ഹോസ്പിറ്റലിൽ എത്തണമായിരുന്നു. ഡിസംബർ 24 എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന്റെ തലേന്ന്. അപ്പൊ നമുക്ക് ഒരുപാട് പ്ലാനുകളുള്ള ദിവസങ്ങളാണ് അതൊക്കെ അല്ലെ. നമ്മളെങ്ങനെ ഇത് സെലിബ്രേറ്റ് ചെയ്യണം, നമ്മൾ എന്തൊക്കെ ഫുഡ് വെക്കണം, പള്ളിയിൽ പോകണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്ന സമയമാണ് അത്. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് എല്ലാ വർഷത്തിൽ നിന്നും ഡിഫറെന്റ് ആണ്. അത് അങ്ങനെ നടക്കില്ല. ബയോപ്സി കഴിഞ്ഞ് വന്ന് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റുമോ, ഞാൻ റെസ്റ്റ് എടുക്കണോ, മുന്നോട്ടുള്ളത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എങ്ങനെയും ആയിക്കോട്ടെ, അതെനിക്ക് പറ്റും എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു അസാധ്യമായ ഒരു ധൈര്യം ആ ഉറക്കത്തിന് ശേഷം എന്റെ ദൈവം എനിക്ക് തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. 24-ാം തീയതി രാവിലെ 7:30 ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നു. വിന്റർ ആണ്, ഭയങ്കര തണുപ്പ്. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. കോവിഡ് ആയതുകൊണ്ട് ഫാമിലി മെമ്പേഴ്സ് ഒന്നും അലോഡ് അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്കതിൽ ഓക്കെ ആയിരുന്നു. കാരണം അവരൊരു സത്യം പറഞ്ഞ ഒരു ഇമോഷണൽ ബേർഡൻ ആണ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ക്യാൻസറും അതിന്റെ ട്രീറ്റ്മെന്റും മുന്നോട്ടുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സ് പറയുമ്പോഴൊക്കെ ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് എന്റെ അറിവ് തന്നെ എനഫായിരുന്നു. എനിക്കറിയാം ഇങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യത്തിനോ കൂടുതൽ ഉത്തരം പറയാനൊന്നും ഞാൻ നിന്നിട്ടില്ല. അന്ന് നിന്നിട്ടില്ല, ഇപ്പോഴും നിന്നിട്ടില്ല. ഓരോ അപ്പോയിന്റ്മെന്റിന് പോകുമ്പോഴും ഡോക്ടേഴ്സ് പറയുന്നു, ഞാനത് കേൾക്കുന്നു. അത് എനിക്ക് എക്സ്പെക്ടഡ് ആണ്, ഇവരിതാണ് പറയാൻ പോകുന്നതെന്ന്. അപ്പൊ കൂടുതൽ ഒരു ചോദ്യത്തിനോ പറച്ചിലിനോ ഞാൻ നിന്നിട്ടില്ല. കാരണം നമ്മൾ അറിയും തോറും ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അവർ പറയാൻ പോകുന്നത്. എന്തോ എനിക്കത് മതി. ഞാൻ എന്റെ ഡോക്ടേഴ്സിനെ 100% വിശ്വസിക്കുന്നു. കാരണം വിശ്വസിച്ചു. ഓരോ ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളൂരിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ഒരു സൗഖ്യം. രണ്ടാമത് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എന്നെ തൊടുന്നവരെല്ലാവരും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടിയവരായിരിക്കണം എന്ന് ആയിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അതിന്റെ കാരണം ആ ഹോസ്പിറ്റലിൽ ചെന്ന പല എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കൂടിയിരിക്കുന്നവരെ ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യുന്നത്, അവർ വരുമ്പോഴും പോകുമ്പോഴും അവരോട് ഇടപെടുന്നത്, എന്നെ ട്രീറ്റ് ചെയ്യുന്നത്, എനിക്ക് അവിടുന്ന് കിട്ടുന്ന ഫീൽ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് പോകുന്നതിന് മുമ്പൊക്കെ, ട്രീറ്റ്മെന്റിന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് എന്റെ പ്രാർത്ഥന ഇതാണ്: എന്നെ തൊടുന്നവരും എന്റെ അടുത്ത് വരുന്നവരും എന്നോട് സംസാരിക്കുന്നവരും നീ അയച്ച ആളായിരിക്കണമേ തമ്പുരാനെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അത് എല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നവരാണ്, അസുഖത്തിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നവരാണെങ്കിൽ ആ ഒരു പ്രാർത്ഥന മനസ്സിലുണ്ടെങ്കിൽ സത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. ഡോക്ടേഴ്സും ബ്ലസ്ഡ് ആയിരുന്നു. അവർ റിയൽ ഡോക്ടേഴ്സ് ആയിരുന്നു. ഐ മീൻ, നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയി നാട്ടിൽ ചെന്ന് എനിക്ക് വേറെ ഡിഫറെന്റ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഞാൻ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഞാൻ വെക്കേഷൻ വന്ന സമയത്ത് ഞാൻ നാട്ടിലൊരു ഡോക്ടറിനെ പോയി കണ്ടു. കൊല്ലത്ത് തന്നെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഞാൻ പോയത്. ഞങ്ങള് 1.5 വർഷത്തെ ഇവിടുത്തെ ട്രീറ്റ്മെന്റിന് ശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം അവിടുത്തെ ഡോക്ടേഴ്സിന്റെ കാര്യങ്ങളും കൂടെ അറിയുമ്പോൾ നമ്മൾ മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. പക്ഷെ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അയാളുടെ ഒരു സംസാരം എല്ലാം കൈവിട്ടു പോയി. ഇനി ഒന്നുമില്ല, ഇനി എന്ത് ചെയ്യാനാ. പുള്ളിയുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ, അയാളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഞാൻ വിചാരിച്ചു ഇയാൾ ശരിക്കും ഡോക്ടർ തന്നെയാണോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി. ഒരിക്കലും പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, എല്ലാവരും ഡിഗ്രി കൊണ്ട് ഒരു ഡോക്ടേഴ്സ് ആയിരിക്കും, പക്ഷെ രോഗികളോട് ഇടപെടുന്നത് ഡിഫറെന്റാ ഓരോ ആൾക്കാരും. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്റെ എല്ലാ ഡോക്ടേഴ്സും മാനുഷികമായി പരിഗണന തരുന്നവരും കൂടെ ആയിരുന്നു. തിരക്കുകളുടെ ക്യാൻസർ ഡോക്ടേഴ്സിന്റെ, അതായത് ഓങ്കോളജിസ്റ്റ് ഭയങ്കര ബിസി ആയിരിക്കും എപ്പോഴും. അവർക്ക് 100 രോഗികൾ കാണും. ഈ 100 പേരെയും ഒരുപോലെ കാണണം.
ഒരുപോലെ അവരുടെ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കണം. അവരുടെ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് അവർ അറിഞ്ഞിരിക്കണം. അവർക്ക് ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ടെങ്കിലും മെയിൻ ഡോക്ടേഴ്സ് എന്ന നിലയ്ക്ക് ഇതെല്ലാം അവർ കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് അല്ലേ. അപ്പം ഏത് നിമിഷം അവർ മനുഷ്യരാണ്, അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, നമ്മളോട് അത് കാണിക്കും, ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചു നിൽക്കും. അതിപ്പോ അവരുടെ തെറ്റല്ല. പക്ഷെ ഒരു രോഗി എന്ന നിലയ്ക്ക് നമ്മൾ നമ്മളെ പറ്റി മാത്രമേ ചിന്തിക്കൂ. വേറൊരാൾക്കും ഈ ഒരു അസുഖമുണ്ട്, അവരോട് ഡോക്ടേഴ്സ് ഇടപെടേണ്ടതാണെന്ന് നമ്മൾ ചിന്തിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഡോക്ടേഴ്സ് ഒക്കെ ഭയങ്കര കെയർ ആയിരുന്നു. എന്റെ ഫാമിലിയെ പോലെ ആയിരുന്നു എന്റെ ഡോക്ടേഴ്സ്. അങ്ങനെ ഡിസംബർ 24 രാവിലെ 7:30 ബയോപ്സിക്ക് പോകുന്നു ഹോസ്പിറ്റലിൽ. ബയോപ്സി ചെയ്തു. അൾട്രാസൗണ്ട് മാമോഗ്രാം ആദ്യം ചെയ്തു, അതിനുശേഷം ബയോപ്സി ചെയ്തു. ബയോപ്സി ചെയ്ത് ലെഫ്റ്റ് ബ്രസ്റ്റിലായിരുന്നു ആദ്യം ബയോപ്സി ചെയ്തത്. ചെയ്ത സമയത്ത് ഈ പറഞ്ഞ പോലെ ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലായി തോന്നും ഒരു പക്ഷേ ഇത് അവരെന്നും കാണുന്നതല്ലേ, ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത്. അവർ ഒരുപാട് ധൈര്യം തന്നെനിക്ക്. ഈ ബയോപ്സിക്ക് മുമ്പ് എനിക്കൊരു MRI ഉണ്ടായിരുന്നു, ബ്രസ്റ്റ് MRI. അപ്പോൾ ഞാൻ ചെന്ന് MRI എടുക്കാൻ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ക്യാൻസർ പേഷ്യൻസ് ഇരിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് വാക്കറിൽ വീൽ ചെയറിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മനസ്സൊരു പ്രാർത്ഥിച്ചു. അത്രയും പ്രായം കുറഞ്ഞ ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ, ഒരു രോഗിയായിട്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം ഒരിക്കലും ഒരു വീൽ ചെയറിലോ ഒരു വാക്കറിലോ മറ്റൊരാളുടെ സഹായത്തിലോ നടക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരരുത്. എന്റെ കാലിൽ തന്നെ എനിക്ക് വരണം. ട്രീറ്റ്മെന്റ് അവർക്ക് 100 രോഗികൾ കാണും. ഈ 100 പേരെയും ഒരുപോലെ കാണണം. ഒരുപോലെ അവരുടെ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കണം. അവരുടെ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് അവർ അറിഞ്ഞിരിക്കണം. അവർക്ക് ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ടെങ്കിലും മെയിൻ ഡോക്ടേഴ്സ് എന്ന നിലയ്ക്ക് ഇതെല്ലാം അവർ കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് അല്ലേ. അപ്പം ഏത് നിമിഷം അവർ മനുഷ്യരാണ്, അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, നമ്മളോട് അത് കാണിക്കും, ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചു നിൽക്കും. അതിപ്പോ അവരുടെ തെറ്റല്ല. പക്ഷെ ഒരു രോഗി എന്ന നിലയ്ക്ക് നമ്മൾ നമ്മളെ പറ്റി മാത്രമേ ചിന്തിക്കൂ. വേറൊരാൾക്കും ഈ ഒരു അസുഖമുണ്ട്, അവരോട് ഡോക്ടേഴ്സ് ഇടപെടേണ്ടതാണെന്ന് നമ്മൾ ചിന്തിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഡോക്ടേഴ്സ് ഒക്കെ ഭയങ്കര കെയർ ആയിരുന്നു. എന്റെ ഫാമിലിയെ പോലെ ആയിരുന്നു എന്റെ ഡോക്ടേഴ്സ്. അങ്ങനെ ഡിസംബർ 24 രാവിലെ 7:30 ബയോപ്സിക്ക് പോകുന്നു ഹോസ്പിറ്റലിൽ. ബയോപ്സി ചെയ്തു. അൾട്രാസൗണ്ട് മാമോഗ്രാം ആദ്യം ചെയ്തു, അതിനുശേഷം ബയോപ്സി ചെയ്തു. ബയോപ്സി ചെയ്ത് ലെഫ്റ്റ് ബ്രസ്റ്റിലായിരുന്നു ആദ്യം ബയോപ്സി ചെയ്തത്. ചെയ്ത സമയത്ത് ഈ പറഞ്ഞ പോലെ ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലായി തോന്നും ഒരു പക്ഷേ ഇത് അവരെന്നും കാണുന്നതല്ലേ, ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത്. അവർ ഒരുപാട് ധൈര്യം തന്നെനിക്ക്. ഈ ബയോപ്സിക്ക് മുമ്പ് എനിക്കൊരു MRI ഉണ്ടായിരുന്നു, ബ്രസ്റ്റ് MRI. അപ്പോൾ ഞാൻ ചെന്ന് MRI എടുക്കാൻ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ക്യാൻസർ പേഷ്യൻസ് ഇരിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് വാക്കറിൽ വീൽ ചെയറിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മനസ്സൊരു പ്രാർത്ഥിച്ചു. അത്രയും പ്രായം കുറഞ്ഞ ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ, ഒരു രോഗിയായിട്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം ഒരിക്കലും ഒരു വീൽ ചെയറിലോ ഒരു വാക്കറിലോ മറ്റൊരാളുടെ സഹായത്തിലോ നടക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരരുത്. എന്റെ കാലിൽ തന്നെ എനിക്ക് വരണം. ട്രീറ്റ്മെന്റ് പൂർത്തീകരിക്കണം. എനിക്ക് തിരിച്ചു വീട്ടിൽ പോകണം, ആരെയും ആശ്രയിക്കാതെ. ആ ഒരു അനുഗ്രഹം നീ എനിക്ക് തരണം. ഇത് ഞാൻ താണ്ടും. പക്ഷെ ചെറിയ കുറച്ച് ഡിമാൻഡ്സ് എനിക്കുണ്ട്. നീ ആ ഡിമാൻഡ് തന്നേ പറ്റൂ, അനുവദിച്ച് തന്നേ പറ്റത്തോളം എനിക്ക് ഞാൻ നിർബന്ധപൂർവ്വം പ്രാർത്ഥിച്ചു. എന്റെ ദൈവം എന്റെ എല്ലാ പ്രാർത്ഥനയും കേട്ടു. ഞാൻ ഒരിക്കലും ആരുടെ സഹായത്തോടെ പോയിട്ടില്ല. എന്റെ ഹസ്ബൻഡ് പോലും വന്നിട്ടില്ല ഹോസ്പിറ്റലിൽ. ട്രീറ്റ്മെന്റുകളെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ്. ഈ 8 കീമോതെറാപ്പി ഞാൻ ഒറ്റയ്ക്കാണ് പോയതും. എല്ലാ അപ്പോയിന്റ്മെന്റും ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. എല്ലാ ബ്ലഡ് ടെസ്റ്റിനും ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ എന്നെ വിളിച്ചോണ്ട് വരാൻ മാത്രമേ ഹസ്ബൻഡ് വന്നിട്ടുള്ളൂ. കാരണം ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് നമ്മൾ വേറൊരു വണ്ടിയിൽ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഹസ്ബൻഡ് ആണെങ്കിൽ അറിയാലോ ഇങ്ങനെയാണെന്ന്. അപ്പോൾ ട്രീറ്റ്മെന്റ് കഴിയും, ഞാൻ വിളിച്ചു പറയും, പുള്ളി വരും. അവർക്ക് തോന്നി എന്തോ ഉണ്ടെന്നുള്ളത് പോലെ റൈറ്റ് ബ്രസ്റ്റിനും ബയോപ്സി ചെയ്യണമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ 2 ബയോപ്സിയും ചെയ്തു. പക്ഷെ റൈറ്റ് ബ്രസ്റ്റിലെ റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവ് ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ലെഫ്റ്റ് ബ്രസ്റ്റ് ബയോപ്സി വന്നപ്പോൾ അതിന്റെ റിസൾട്ട് മേടിക്കാൻ പോകുന്നത് നമ്മള് ഡിസംബർ 29-നാണ്. അപ്പം പതിവ് പോലെ ക്രിസ്മസ് ആഘോഷിച്ചു. ഞാൻ ആഘോഷിച്ചു. ഫുഡൊക്കെ ഉണ്ടാക്കി, വീടൊക്കെ അലങ്കരിച്ച്, ഒരുപാട് ഞങ്ങൾ ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുത്ത് ഒത്തിരി ഇതായിരുന്നു. അതെല്ലാത്തിന് ശേഷം റിസൾട്ട് വാങ്ങിക്കാൻ പോയി. ഇതൊക്കെ എത്രയൊക്കെയാണെങ്കിലും നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം കാണും. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചിരുന്നെങ്കിൽ, ഒരു മിറാക്കിൾ സംഭവിച്ചിരുന്നെങ്കിൽ. ആ ബയോപ്സി റിസൾട്ട് വാങ്ങിക്കാൻ പോകുന്ന ദിവസങ്ങളിലല്ല, ആ തലേ ദിവസങ്ങളിലൊക്കെ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയായിരുന്നു. ദൈവം ഈ രാത്രിയിൽ എത്രയോ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിരിക്കുന്നു. എത്രയോ പേരെ നീ തൊട്ട് സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. ഈ രാത്രിയിൽ ഒന്ന് എന്റെ അടുത്ത് വരുമോ, എന്ന് എന്നെ ഒന്ന് തൊടുവോ, എനിക്കൊരു മിറാക്കിള്, ഈ ലോകത്തെല്ലായിടത്തും ഞാൻ പോയി സാക്ഷ്യം പറഞ്ഞോളാം, എനിക്കൊരു സൗഖ്യം തരാവൂന്ന് ഞാൻ എല്ലാ രാത്രിയിലും ഞാൻ പ്രതീക്ഷിച്ചു. പുള്ളി വരും, എന്നെ തൊടും, എനിക്ക് കാണാൻ പറ്റും, ആ സൗഖ്യം എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ. പക്ഷെ ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ എന്നും എഴുന്നേൽക്കുന്ന പോലെ തന്നെ എഴുന്നേക്കും. ആ ഒരു ഡിപ്രഷൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിരാശയോട് ചോദിക്കുക, എന്നാലും നീ വന്നില്ലല്ലോ, എനിക്ക് എത്ര പേർക്ക് നീ സൗഖ്യം കൊടുക്കുന്നു, എനിക്ക് എന്തുകൊണ്ട് നീ സൗഖ്യം തന്നില്ല? ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ദൈവത്തിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞു, ആ ദൈവം എനിക്കൊരു വിവേകം തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ ഒരു ആൻസർ എനിക്ക് തരും. ഇങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് പേർക്ക് ഞാൻ സൗഖ്യം കൊടുത്തിട്ടുണ്ട്. അവരാരും എന്നെ മുമ്പേ അറിഞ്ഞിട്ടുള്ളവരല്ല പലരും. ഒരിക്കലും എന്നെ അറിയാത്തവര് എന്നെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പല പരീക്ഷണങ്ങളും അവർക്ക് കൊടുത്തിട്ടുണ്ട്. നിന്ന് അവര് തിരിച്ചു വന്ന് എന്നിലേക്ക് തിരിഞ്ഞ് ഈ ലോകത്തിൽ എനിക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നവരുണ്ട്. പക്ഷെ നീ അങ്ങനെ അല്ലല്ലോ. നീ ഓർമ്മ വെച്ച കാലം തൊട്ട് നിനക്ക് എന്നെ അറിയാം. ഞാൻ നിനക്ക് ഒരുപാട് സഹനങ്ങൾ തന്നിട്ടുണ്ട്. നീ അതെല്ലാം താണ്ടിയിട്ടുണ്ട്.
ഒത്തിരി കാര്യങ്ങൾ കൂടെ നീ പോയിട്ടുണ്ട്, ഒരുപാട് വേദനകൾ നീ താണ്ടിയിട്ടുണ്ട് മാനസികമായിട്ട്. പക്ഷെ ഇത് ഞാൻ നിനക്ക് വേണ്ടി തന്നിരിക്കുന്ന മറ്റൊരു പരീക്ഷണമാണ്. നീ അതും സർവൈവ് ചെയ്യണം. അതിന് എന്റെ ഒരു മിറാക്കിൾ നിനക്ക് ആവശ്യമില്ല. നിനക്ക് എന്നിലേക്ക് തിരിയാൻ, നീ എന്നെ സ്നേഹിക്കാൻ ഒരു അത്ഭുതം നടത്തേണ്ട കാര്യമില്ല ആക്ച്വലി ഞാൻ, അല്ലെ? അപ്പൊ നീ അല്ലാതെ തന്നെ നീ ഇത് സർവൈവ് ചെയ്യണം. ഞാനിത് വെച്ചിരിക്കുന്ന ഈ പ്ലാൻ അത് പൂർത്തീകരിക്കണം, എനിക്ക് വേണ്ടി നീ അത് ചെയ്യണം. അങ്ങനെ ദൈവം എന്നോട് പറയുന്ന പോലെ എനിക്ക് പിന്നീട് തോന്നി. ഞാനത് മനസ്സിലാക്കി, എന്റെ സങ്കടം മാറി. ഇത് കടന്നു പോകണം എന്ന് തന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ആ ഒരു പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരുന്നു. ഇത് താണ്ടാൻ ഒരു കഴിവ്, ഒരു ധൈര്യം, കഴിവിനപ്പുറം ഒരു ധൈര്യം, അതാണ് ഏറ്റവും ആവശ്യം. അങ്ങനെ ഡിസംബർ 29 ഉച്ചയ്ക്ക് 3 മണിക്ക് ഞാൻ റിസൾട്ട് വാങ്ങിക്കാൻ പോകുന്നു. ചെന്നപ്പോ തന്നെ നമുക്ക് ഒരു ക്യാൻസർ പേഷ്യൻസിന് ഒരു കാർഡുണ്ട്, ഒരു വൈറ്റ് കാർഡ്. ആ കാർഡ് അവർ തരുന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി റിസൾട്ട് എന്താണെന്നുള്ളത്. കാരണം പേഷ്യന്റ് അല്ല, റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, കണ്ടിട്ട് നമ്മൾ പോവാണ്, അങ്ങനെയല്ലേ ഉള്ളൂ. വാങ്ങിച്ചു, എന്റെ ഹിസ്റ്ററി മുഴുവൻ എഴുതി കൊടുത്തു. ഡോക്ടറിനെ വെയിറ്റ് ചെയ്ത് 1/2 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് ഡോക്ടറിനെ കണ്ടു. അവർ ചെന്ന ഉടനെ എന്നോട് ആ റിസൾട്ട് പറയല്ല ചെയ്തത്, ഒരു തറോ എക്സാമിനേഷൻ അവർ ചെയ്തു. ഇതിന്റെ ആ ട്യൂമറിന്റെ മെഷർമെന്റ് ഒക്കെ എടുത്തു. എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് ഒരു ഗൗണൊക്കെ തന്നായിരുന്നു, എനിക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ ഗൗണൊക്കെ തന്നു. ഞങ്ങൾ ആ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫേസ് ടു ഫേസ് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഡോക്ടർ ആദ്യം എന്നോട് പറഞ്ഞു, ബെൽജി ഇത് പോസിറ്റീവാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ഞാനത് ഓക്കെ, അത് എനിക്കറിയായിരുന്നു ഇത് പോസിറ്റീവ് ആണെന്ന്. പക്ഷെ ഏതോ മനസ്സിന്റെ ഒരു ശതമാനം ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അതല്ല എന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, എന്താണ് സാഹചര്യം, എന്താണ് ഇതിന്റെ ഡയഗ്നോസിസ്, ക്ലിയർ ഡയഗ്നോസിസ് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നോട് ഇതിങ്ങനെ പറഞ്ഞു, ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസർ ആണ്, ഈ ഏജില് ഒരുപാട് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാൻസർ ആണ് ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസർ. ഇതിന് ഒരു ട്രീറ്റ്മെന്റേ ഉള്ളൂ, അത് കീമോതെറാപ്പിയാണ്. അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കീമോതെറാപ്പി ആയിരിക്കും. കീമോ തന്ന് അത് സത്യം പറഞ്ഞാൽ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല, ഞാൻ സർജറി ആണെന്നാണ് ആദ്യം കരുതിയിരുന്നത്. കീമോ ആണെന്ന് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്കൊരു ഷോക്കായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ ഈ ട്യൂമർ ഒന്ന് ഷ്രിങ്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമേ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഐ സെഡ് ഓക്കെ. അപ്പോൾ അതിനുശേഷം അവർ പറഞ്ഞു, അത് ഈ സണ്ണിബ്രോക്ക് ഹോസ്പിറ്റലല്ല ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു. എനിക്ക് അതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ ആ ഹോസ്പിറ്റൽ എന്റെ മനസ്സിൽ ഫിക്സ് ചെയ്ത് വെച്ചു. ഹോസ്പിറ്റലിന് വേണ്ടി, ഡോക്ടേഴ്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഹോസ്പിറ്റലല്ല, എന്റെ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലോട്ടാണ് കീമോതെറാപ്പി ചെയ്യുന്നത്. കാരണം ഈ ട്രാവലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ പറഞ്ഞത്. ഞാൻ റിക്വസ്റ്റ് ചെയ്തെങ്കിൽ അവർ പറഞ്ഞു, ഇല്ല അത് പോസിബിൾ അല്ല, നമ്മുടെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കീമോ ചെയ്യണമെന്ന് ആണ് നല്ലതെന്ന് അവർ പറഞ്ഞു. അതെനിക്കൊരു ഭയങ്കര വിഷമമായിരുന്നു. കാരണം പലയിടത്തായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഞാനത് മനസ്സിൽ വെച്ചു. പിന്നെ അവർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യണം, അതിനുശേഷം ശരീരത്തിൽ മറ്റെവിടെയെങ്കിലും ഇത് പടർന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ടെസ്റ്റുകൾ, CT സ്കാൻ, ബോൺ സ്കാൻ, അങ്ങനെ കുറച്ച് സ്കാനുകൾ ഓർഡർ ചെയ്തു, ഡേറ്റ് തന്നു, അത് പോയി ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ റിസൾട്ടിന്റെ, ബയോപ്സിയുടെ റിസൾട്ടിന്റെ ഒരു കോപ്പി വേണമെന്ന് പറഞ്ഞു. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ചോദിച്ചില്ല. സ്റ്റേജ് പറഞ്ഞു തന്നു. ക്യാൻസറിനെ പറ്റി ഞാൻ ചോദിച്ചു, കുറച്ച് കാര്യങ്ങൾ എന്റെ ക്യാൻസറിനെ പറ്റി ചോദിച്ചു, അത് പറഞ്ഞു തന്നു. ഞാൻ കോപ്പി മേടിച്ചു. ഞാൻ അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ആദ്യം എന്റെ പേരൻസ് വെയിറ്റ് ചെയ്യാണ്, ബയോപ്സി റിസൾട്ട് മേടിക്കാൻ പോകുന്നു അറിഞ്ഞുകൊണ്ട് നാട്ടിൽ വെയിറ്റ് ചെയ്യാണ് ഉറങ്ങാതെ. ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല മമ്മി, ഇത് മമ്മി ഇങ്ങനെ കരയാതെ. ഞാൻ കരഞ്ഞില്ല, അവരുടെ മുമ്പിൽ കരഞ്ഞില്ല, കാരണം അതും കൂടെ താങ്ങാൻ പറ്റില്ല അവർക്ക്. നമുക്കിത് ദൈവം തന്നതാണ്. തന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തരാനുള്ള അവകാശമുണ്ട്. നല്ലത് മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ട ദൈവത്തിന്, നന്മ വാങ്ങാൻ പറ്റില്ല അവർക്ക്. നമുക്കിത് ദൈവം തന്നതാണ്. തന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തരാനുള്ള അവകാശമുണ്ട്. നല്ലത് മാത്രമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ട ദൈവത്തിന്, നന്മ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. തിന്മ തരുന്നതും സ്വീകരിക്കുക. ദൈവം അറിയാതെ ഒരു രോമം പോലും നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകത്തില്ല. അതുകൊണ്ട് മമ്മി കരയണ്ട, നമ്മളിത് സർവൈവ് ചെയ്യും, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി വിളിച്ചു, അവിടെയും പറഞ്ഞു. തിരിച്ചു വന്ന് കാറില് പുറത്തെന്റെ ഹസ്ബൻഡും കുഞ്ഞും വെയിറ്റ് ചെയ്യാണ്. അപ്പം നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവരെ പേരൻസിനെ വിളിച്ചതിന് ശേഷം നേരിട്ട് ഹസ്ബൻഡിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു റിസൾട്ട് കിട്ടി, പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞു. അത്ര, കാരണം ഫേസ് ടു ഫേസ് പറയാൻ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരൻ ഓക്കെ പറഞ്ഞു. ഞങ്ങൾ ഫോൺ വെച്ചു. പിന്നീടാണ് ഞാനിതെല്ലാം അവിടെ നിന്ന് ഞാൻ ഒരു 2 മിനിറ്റ് ഒന്ന് ശ്വാസം എടുത്ത്. കാരണം എനിക്കറിയാം ഇനി വരാൻ പോകുന്നത് എന്തോ ആണ്, അടുത്ത കാര്യങ്ങളൊക്കെ എന്തോ ആണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ആ ഹോസ്പിറ്റലിന്റെ ഇടനാഴിയിൽ ആരുമില്ല. ഞാൻ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് അവിടുത്തെ ഒരു ബെഞ്ചിൽ ഇരുന്ന് ഞാനൊന്ന് റിലാക്സ് ചെയ്തു. കാരണം ദൈവമേ, എനിക്കിത് പറ്റണം, മാനേജ് ചെയ്യാൻ പറ്റണം. ആ ഒരു നിമിഷം ഞാൻ മനസ്സിലാക്കി, നമ്മുടെ ചുറ്റും എല്ലാവരും കരയത്തേ ഉള്ളൂ. ഈ എല്ലാവരുടെയും കരുതലും സ്നേഹവും എനിക്കാണ് വേണ്ടത് ആ സമയത്ത്. പക്ഷെ സകല മനുഷ്യരും വീണു. എല്ലാവരും, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും നിസ്സഹായവരായി ആയിപ്പോയി. സോറി, മലയാളം ചില വേർഡുകൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് പറയാൻ. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ സ്ട്രോങ് ആയേ പറ്റത്തുള്ളൂ. കാരണം ഞാനാണ് ഇനി ഇവരെല്ലാം ആശ്വസിപ്പിക്കേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അത് സത്യം പറഞ്ഞാൽ ശരിക്കും ഹാർഡായിരുന്നു. ഞാൻ തന്നെ ആയിട്ട് നിൽക്കണം. ഞാൻ എപ്പോഴും ഇങ്ങനെ തമാശ പറഞ്ഞ് നിൽക്കുന്ന പോലെ ഞാൻ നിൽക്കണം. ഈ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും
ഇവരെല്ലാം ഞാൻ ആശ്വസിപ്പിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായി. എനിക്ക് മനസ്സിലായി അതായിരിക്കും ദൈവത്തിന്റെ ഇഷ്ടം, അത് ഞാൻ ചെയ്യണം എന്ന്. കുറച്ചു നേരത്തേക്ക് പോലും എനിക്കൊരു റെസ്റ്റ് ഇല്ലല്ലോ എന്ന് ഞാൻ സങ്കടത്തോടെ ഞാൻ ഓർത്തു. പിന്നീട് ഞാൻ പുറത്തിറങ്ങി, അപ്പോഴും മഞ്ഞ് പെയ്യുന്നുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്, നല്ല മഞ്ഞ് വീണോണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒന്നും മിണ്ടിയില്ല, ഞങ്ങൾ ആരും ഒന്നും മിണ്ടിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. എന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കി, ഉള്ളിൽ ഞാനൊന്ന് പ്രാർത്ഥിച്ചു, ഇത് എന്റെ മോളിനി ഒരുപാട് കാര്യങ്ങൾ കാണാൻ പോവാണ്, അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുമോ? ഒത്തിരി സംശയങ്ങളും വേദനയും സങ്കടവും ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ പെയ്ത് ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഒന്നും മുഖത്ത് കാണിക്കാൻ പറ്റാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് ഒരു 35 മിനിറ്റ്സ് ട്രാവലുണ്ട്. എങ്ങനെയാണ് വണ്ടി ഓടിച്ച് ഇവിടെ എത്തിയെന്ന് ഇപ്പോഴും അറിയില്ല. കാരണം ആടി ഉലഞ്ഞിരിക്കുകയാണ്. വണ്ടി കൈവിട്ടു പോകാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ദൈവം കരുതി ഞങ്ങൾ വീട്ടിലെത്തിയതിനു ശേഷം ഒന്നും മിണ്ടുന്നില്ല. കാരണം എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അന്ന് രാത്രി ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരിക്കലും മരിക്കില്ല. പക്ഷെ നമ്മൾ ഈ കുറച്ചൊരു 1.5 വർഷത്തേക്ക് നമുക്ക് ഒരുപാട് സ്ട്രഗിൾ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ടാവും. പക്ഷെ ഐ നോ ഐ ക്യാൻ മാനേജ് ദാറ്റ്. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ എനിക്ക് വേണം. വിഷമിക്കണ്ട. കുറച്ച് നാൾ ഞാൻ റെസ്റ്റിൽ പോകും, എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, റെസ്റ്റിലായിരിക്കും ഞാൻ. ഇതെല്ലാം എന്റെ ശരീരം എനിക്ക് അഡ്ജസ്റ്റ് ആവണം. എന്റെ മുടിയൊക്കെ പോവും, എന്റെ ആരോഗ്യം നഷ്ടപ്പെടും. പക്ഷെ ഐ വിൽ ബി ബാക്ക്. ഇതെല്ലാം എന്റെ ശരീരം എനിക്ക് അഡ്ജസ്റ്റ് ആവണം, എന്റെ മുടിയൊക്കെ പോവും, എന്റെ ആരോഗ്യം നഷ്ടപ്പെടും. പക്ഷെ ഐ വിൽ ബി ബാക്ക് എന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു. പക്ഷെ നമ്മൾ എത്ര തെറാപ്പി ചെയ്തിട്ടും കാര്യമില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ. എനിക്ക് നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, ക്യാൻസർ രോഗികളെ പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ട് അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അവരുടെ ഏറ്റവും അടുത്ത അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, അവരുടെ മക്കള്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ രോഗി ഇതെങ്ങനെയും താണ്ടും. പക്ഷെ ഈ അവരെ സ്നേഹിക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് അഡ്ജസ്റ്റ് ആവാൻ അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ സഹിക്കാൻ പറ്റതേയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരൊരുപാട് സങ്കടപ്പെടും. ആ സങ്കടത്തിന് ഒരു മറുപടി നമുക്കില്ല. അപ്പം അവർക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്യാൻസർ രോഗികളെ പറ്റി കേൾക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ ഡോക്ടേഴ്സിന് എല്ലാ ദിവസവും പോകുന്നു, കാണുന്നു, സംസാരിക്കുന്നു. അങ്ങനെ ഫൈനലൈസ്. അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റ് 2 ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ അന്ന് മുട്ടുകുത്തി ദൈവത്തിന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ട്, ഇത് ഞാൻ സർവൈവ് ചെയ്യും, പക്ഷെ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് പല കാര്യങ്ങൾക്കും. കാരണം എനിക്ക് ട്രീറ്റ്മെന്റ് സണ്ണിബ്രൂക്കിൽ തന്നെ വേണം, വേറൊരു ഹോസ്പിറ്റൽ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് ബെസ്റ്റ് ആണെന്ന് തോന്നിയ ഹോസ്പിറ്റലാണ് അത്, നീ അത് തന്നെയാണ് എനിക്ക് ഒരുക്കിയത്. അതുകൊണ്ട് എന്റെ ട്രീറ്റ്മെന്റ് തുടക്കം മുതൽ അവസാനം വരെ അവിടെ തന്നെ ആയിരിക്കണം, ഇതിന്റെ ഇടയ്ക്ക് മറ്റൊന്നും സംഭവിക്കരുത്. ഞാൻ അല്പം ദേഷ്യത്തോടെയാണ് അന്ന് പറഞ്ഞത്. ഓക്കെ, അവരുടെ ലൈഫിൽ ഒരുപാട് ഫൈറ്റ് ചെയ്ത് ജീവിതത്തിലോട്ട് തിരിച്ചു വന്ന ഒരു ലേഡിയാണ്. ഇതുപോലെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടിരിക്കുക. നമുക്ക് എന്തൊരു അസുഖം വന്നു കഴിഞ്ഞാലും നമ്മൾ ആ വോട്ട് പുല്ല്, ഒരു ജീവിതമേ ഉള്ളൂ, നമുക്ക് ജീവിക്കാം, അസുഖമെങ്കിൽ അസുഖം, അതിനോട് പോരാടി തന്നെ ജീവിക്കാം എന്നുള്ള മൈൻഡ് സെറ്റിൽ നിൽക്കുക, ജീവിക്കുക. ഇവിടെ രേണു ആയാലും നല്ല ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാം. ഫുഡൊക്കെ കഴിക്കുന്ന കുറച്ച് കുറവാണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തൊക്കെ നോക്കി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടാതെ കൂടെ നിൽക്കുന്ന കുറേ നിന്നെ വെച്ച് മുതലാക്കാൻ നിൽക്കുന്ന ടീംസുകളാണ്. അവർ പറയുന്ന മണ്ടത്തരങ്ങൾ കേട്ടുകൊണ്ട് അതുപോലെ തുള്ളി നിന്റെ ലൈഫ് നീ മൂഞ്ചിച്ച് വെള്ളത്തിലാക്കാതെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ലൈഫിൽ എപ്പോഴും നമ്മൾ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇനിയും വീണ്ടും രേണു സംബന്ധമായിട്ട് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കാൻ പുതിയ വീഡിയോ ഇടണം. ബൈ.